കരുവന്നൂരിലെ ഇടതിന്റെ കൊള്ള തുറന്നുകാട്ടാൻ ബി.ജെ.പി. ഇന്ന് വൈകുന്നേരം രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കും. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്യും. അതേസമയം കള്ളപ്പണക്കേസിൽ CPM നേതൃത്വം മുഖം രക്ഷിക്കാനായി തൃശൂരിൽ ഇന്ന് പ്രതിഷേധ മാർച്ചും യോഗവും നടത്തും. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, വളരെ കൃത്യമായി ബി.ജെ.പി. ഇക്കാര്യത്തിൽ ഇടതിന്റെ കൊള്ള, CPMന്റെ കൊള്ള തുറന്നുകാട്ടാൻ ഒരുങ്ങുകയാണ്. മറുഭാഗത്ത് ഇരവാദം ഉന്നയിച്ചുകൊണ്ട് CPM രാഷ്ട്രീയ വിശദീകരണ യോഗവുമായി മുന്നോട്ട് പോകുന്ന സ്ഥിതിയുണ്ട്. വിവരങ്ങൾ. തീർച്ചയായിട്ടും നീലിമ, സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിയുടെ രണ്ടാം ഘട്ട കുറ്റപത്രം കൊടുത്തതിന് തൊട്ടു പിന്നാലെ CPM നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അണികളെ പിടിച്ചു നിർത്താനും അണികൾക്ക് ആത്മവിശ്വാസം നൽകാനും അതിനൊപ്പം തന്നെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നടപടികളുടെ ഭാഗമായിട്ട് CPMന്റെ ഒരു പ്രതിരോധ റാലി ഇന്ന് ജില്ലയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ BJP കഴിഞ്ഞ ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലടക്കം അതിനു മുൻപും കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിരുന്നതാണ്. കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടിൽ പണം പോയിട്ടുള്ളവർക്ക് എല്ലാവരുടെയും പണം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും BJP ചെയ്യുമെന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് ആ കേസിന്റെ നടത്തിപ്പിന്റെ എല്ലാ വേളകളിലും ഈ കരുവന്നൂരിലെ ഇരകൾക്കൊപ്പം നിന്ന ഒരു പാർട്ടിയാണ് BJP. ആ ഒരു സാഹചര്യത്തിൽ രണ്ടാം ഘട്ട കുറ്റപത്രം കൊടുത്തതിന് തൊട്ടു പിന്നാലെ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം BJP തൃശൂർ ജില്ലയിൽ സംഘടിപ്പിക്കുകയാണ്. അതായത് ഇന്ന് രാവിലെ CPMന്റെ പ്രതിരോധ റാലി നടക്കുന്ന അതേ വേദിക്ക് സമീപം തന്നെയാണ് ഇന്ന് വൈകുന്നേരം BJPയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ED കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് CPMനെ പ്രതിയാക്കിക്കൊണ്ടാണ് ED കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. അതായത് മദ്യനയ അഴിമതി കേസിൽ, ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിയാണ് ഇതിനു മുമ്പ് ED പ്രതിയാക്കിയിട്ടുള്ളത്. അതേ സമാന നിലയിൽ തന്നെയാണ് കേരളത്തിലെ കരുവന്നൂരിലെ സമാനതകളില്ലാത്ത സഹകരണ ബാങ്ക് തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത CPMനെ കൂടി ഈ ED പ്രതിയാക്കിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് പാർട്ടി നേരിടുന്നത്. ഒപ്പം ഇലക്ഷൻ കമ്മീഷൻ അടക്കം ഈ പാർട്ടിനെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് അടക്കം കടക്കാനുള്ള സാധ്യതയും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികൾ ലഭിച്ചാൽ ആ ഒരു നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത മുൻകൂട്ടി മണത്തറിഞ്ഞുകൊണ്ടാണ് CPM ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് പാർട്ടി തന്നെ തയ്യാറെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPMന്റെ മുതിർന്ന നേതാവായിട്ടുള്ള PB അംഗമായിട്ടുള്ള A. വിജയരാഘവൻ തന്നെ ഈ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കാൻ കൂടി എത്തുന്നത്. അതായത് ഈ കേസ് അല്ലെങ്കിൽ രണ്ടാം ഘട്ട കുറ്റപത്രം കൊടുത്തതിന് ശേഷം അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഈ കരുവന്നൂർ വിഷയത്തിൽ സംജാതമായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി CPM ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധ റാലി കൂടി സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഈ കുറ്റപത്രത്തിൽ CPM പ്രതിയായതോടുകൂടി അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി, സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് CPM ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. പാർട്ടിയെ തന്നെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ED. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയാകുന്ന സാഹചര്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ CPM എന്ന രാഷ്ട്രീയ സംഘടനയുടെ, രാഷ്ട്രീയ പാർട്ടിയുടെ അംഗീകാരം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കേസാണ് ഇപ്പോൾ ED ആ കുറ്റപത്രത്തിലൂടെ നമ്മുടെ മുന്നിൽ വെളിവാകുന്നത്. വലിയ പ്രതിസന്ധി CPM അഭിമുഖീകരിക്കുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കാനാണ് അവർ ആലോചിക്കുന്നത്? സാനു. തീർച്ചയായിട്ടും നീലിമ, അതായത് തട്ടിപ്പ് കേസിൽ, ബാങ്ക് തട്ടിപ്പ് കേസിൽ ആദ്യമായിട്ട് അകപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇന്ത്യയിൽ തന്നെ CPM മാറുമ്പോൾ അത് എത്രത്തോളം അവരെ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത് ന്യായീകരിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനോ അവർക്ക് യാതൊരു വഴിയുമില്ലാതെ കുഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ജനങ്ങളെ, അതല്ലെങ്കിൽ അണികളെ രംഗത്തേക്ക് ഇറക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അണികളെ നിരത്തിലിറക്കിക്കൊണ്ടുള്ള ഒരു പ്രതിരോധത്തിലേക്ക് വേണ്ടി CPM പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇതിനു മുമ്പ് ഞാൻ അല്പം മുമ്പ് പോലെ മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിയാണ് ഇതിനു മുമ്പ് EDയുടെ പ്രതിപ്പട്ടികയിൽ വന്നിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടി. അത് മദ്യനയ അഴിമതി കേസിലാണ്. ഇത് ബാങ്ക് തട്ടിപ്പ് കേസിലാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വ്യാജ വായ്പ നൽകിയതിന്റെ പേരിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ അത്തരത്തിൽ വായ്പ നൽകി അതിന്റെ പ്രതിഫലം അവരുടെ അക്കൗണ്ടുകളിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ളൊരു കുറ്റമായിട്ടാണ് ED കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടിനെ തന്നെ അവർ പ്രതിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ പാർട്ടി പ്രതിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പുകളിലടക്കം മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനടക്കം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇലക്ഷൻ കമ്മീഷന് നടപടിയെടുക്കാനായിട്ട് ഒരു സാഹചര്യത്തിലേക്ക് ഉരുത്തിരിഞ്ഞു വരാനുള്ള സാധ്യത അടക്കം ഈ നിമിഷം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വലിയ കാര്യവും ഇത് തന്നെയാണ്. നേരത്തെ സാനു സൂചിപ്പിച്ചതുപോലെ ആം ആദ്മി പാർട്ടി ഉൾപ്പെട്ട ഡൽഹി മദ്യനയ അഴിമതി കേസ്, ഇതിൽ നേതാക്കളുടെ അക്കൗണ്ടിലേക്കാണ് പണം വന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, CPM ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് ഈ പ്രതികൾ പണം നൽകിയിരിക്കുന്നത്. അതാണ് CPM പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം. ആം ആദ്മി പാർട്ടി അഭിമുഖീകരിച്ച പ്രശ്നമോ അല്ലെങ്കിൽ നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കൾ അഭിമുഖീകരിച്ച പ്രശ്നമോ അല്ല. അതിനേക്കാൾ വലിയ വ്യാപ്തി ഈ കരുവന്നൂരിലെ ഇടത് കൊള്ളയിൽ CPM അകപ്പെട്ടിരിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധിയുണ്ട്. ഈ നാഷണൽ ഹെറാൾഡ് കേസിലോ അല്ലെങ്കിൽ മദ്യനയ അഴിമതി കേസിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയോ അഭിമുഖീകരിച്ച പ്രശ്നമല്ല ഇവിടെ CPM അഭിമുഖീകരിക്കുന്നതെന്നാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അതായത് വ്യാജ വായ്പ നൽകിയതിന്റെ പേരിൽ അവർ പാരിതോഷികങ്ങൾ കൈപ്പറ്റി, പണം കൈപ്പറ്റി, അത് പാർട്ടി അക്കൗണ്ടുകളിലേക്ക് വന്നു എന്നുള്ളതാണ് ED കണ്ടെത്തിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രണ്ടാം ഘട്ട കുറ്റപത്രം കൊടുത്തതിന് തൊട്ട് പിന്നാലെ ഈ കേസിലെ പ്രതികളായിട്ടുള്ള മുൻ ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള AC മൊയ്തീനും K രാധാകൃഷ്ണനും അടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഞങ്ങളാരും പണം കൈപ്പറ്റിയിട്ടില്ല, ഞങ്ങളാരും പണം സ്വീകരിച്ചിട്ടില്ല എന്നൊരു ന്യായം അവർ നിർത്തുന്നുണ്ടെങ്കിലും പാർട്ടി അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയോ എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു വേളയിലാണ് അവർ മുഖരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പ്രതിരോധ റാലി, പരമാവധി പ്രവർത്തകരെ രംഗത്തിറക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധ റാലി സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നാണ് ശോഭാ സുരേന്ദ്രനും വ്യക്തമാക്കിയിട്ടുള്ള നീലിമ. ശരി, സമാനതകളില്ലാത്ത പ്രതിസന്ധി CPMനെ അലട്ടുകയാണ് കരുവന്നൂർ കേസിൽ. ഒപ്പം തന്നെ വളരെ കൃത്യമായി BJP ഈ വിഷയത്തിൽ നിലപാട് വിശദീകരിക്കുകയാണ്. CPM നടത്തിയ കൊള്ള തുറന്നു കാട്ടാൻ ഒരുങ്ങുകയാണ് BJP. രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ശോഭാ സുരേന്ദ്രനാണ് സംസാരിക്കാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ ആ ഘട്ടത്തിൽ വെളിപ്പെടുത്തും എന്നതാണ് ഇതുവരെ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്.